ബേക്ക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പഴം ഇരിപ്പുണ്ടോ എങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാം ഒരു ബനാന ചോക്ലേറ്റ് കേക്ക്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 2 റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം ഇത്തിരി പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ബൗളിലേക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ പഴം നല്ല പഴുത്തതാണെങ്കിലും നല്ല ഇത് ഫ്രഷ് ആയിട്ടുള്ള പഴം തന്നെയാണ് കേട്ടോ. പുറം തൊലി മാത്രമേ ഇത്തിരി പഴുത്ത് പോയിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇവിടെ രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിനെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു പോർക്കോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നമുക്ക് മിക്സിയിൽ വെച്ച് ഉടക്കുകയൊന്നും വേണ്ട. നമുക്കിതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഓവണോ മിക്സിയോ ബീറ്ററോ ഒന്നും വേണ്ട. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കൊരു വിസ്ക് മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പഴം നല്ലതുപോലെ ഉടച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ പാലാണ്, ചൂട് പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തണുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരിട്ട് അതിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് വാനില എസൻസും 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, ഒരു 6 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ആ ഒരു പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് നമുക്കത് മിക്സായി കിട്ടണം. സൺഫ്ലവർ ഓയിലും എല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. വളരെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത് നമ്മൾ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതവിടെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമ്മൾ അധികം ബീറ്റ് ചെയ്യൊന്നും വേണ്ട. നമ്മളിനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് നിറച്ചെടുക്കണം കേട്ടോ. 1 കപ്പ് നിറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി ചേർത്തത് വിട്ടുപോയിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ അരിച്ചപ്പോഴാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം അതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത്ര നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കത് ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട, അതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അധികം മിക്സ് ചെയ്യൊന്നും വേണ്ട, പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഓവണും ബീറ്ററും ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഇത്. നമുക്ക് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് കേക്കാണ്. നമുക്ക് സെയിൽ ചെയ്യുന്നവർക്കും ഇത് ചെയ്തൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലത്തെ ബ്രെഡൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് പാത്രമാണുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് അലുമിനിയത്തിലെ കേക്ക് ടിന്നാണുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയറോ റൗണ്ടോ ഏതിൽ വേണമെങ്കിലും ഈ കേക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം നമ്മൾ ചൂടായി കിടക്കുന്ന അലുമിനിയം പാത്രത്തിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓവനിലാണെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അലുമിനിയം പാത്രത്തിൽ ഇതുപോലെ ഇറക്കി വെച്ച ശേഷം നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ബേക്ക് ചെയ്തപ്പോൾ അത് നമുക്ക് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അടപ്പ് മാറ്റിയിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ.
അപ്പോൾ ഞാൻ ഇവിടെ 1 മണിക്കൂർ അടുപ്പിച്ച് ഞാൻ ഈ ഒരു കേക്ക് വേവാൻ സമയം എടുത്തിട്ടോ. കാരണം നമ്മൾ ആ ഒരു നട്ട്സും അതുപോലെ തന്നെ ആ ഒരു പഴത്തിൻ്റെയൊക്കെ ഇതുള്ളതുകൊണ്ട് നല്ല സമയം എടുത്തിട്ടോ ഈ ഒരു കേക്ക് വെന്ത് കിട്ടാൻ. ഓവനിലൊക്കെ ആണെങ്കിൽ ഒരു 45 മിനിറ്റൊക്കെ ആകുമ്പോൾ വെന്ത് കിട്ടും. നമ്മളിത് പാത്രത്തിലാകുമ്പോൾ തീ കുറച്ച് വെച്ചല്ലേ വേവിച്ചെടുക്കുന്നത്. അപ്പം ഇതെല്ലാം ചൂടാറിയ ശേഷം വേണം നിങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ. ഞാൻ ഇത് ചൂടോടെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ നല്ലതുപോലെ തണുത്ത ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് മാറ്റി കൊടുത്ത ശേഷം അതിനെ ഒന്ന് തിരിച്ച് പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ്. നിങ്ങൾ ചൂടാറിയ ശേഷം കട്ട് ചെയ്യുക കേട്ടോ. നല്ല ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കത്തിയിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല തണുത്ത ശേഷം കട്ട് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് ബനാന കേക്കാണ് ഇത്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം മധുരം ഒന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു പഞ്ചസാര എന്ന് പറയുന്ന ഒരു 6 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അധികം മധുരം ഒന്നുമില്ല. നല്ല സ്പോഞ്ചായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നിറയെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമുക്കത് കഴിക്കാനൊക്കെ കിട്ടും കേട്ടോ. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും എല്ലാവരും ചെയ്യണം കേട്ടോ.